ഹലോ ഗൈസ്, ഞാൻ സുറു. ഞാൻ ഇട്ട് കിടക്കുന്നതെന്ന് അറിയാവോ? ഇന്ന് എനിക്ക് എൻ്റെ മനീഷ ചോറ് കൊണ്ടുപോകാൻ എടുത്തിയാണോ അതോ എനിക്ക് കൊണ്ടുതരാൻ കൊണ്ടുവന്നെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഇത്ത സർപ്രൈസ് എന്ന് പറഞ്ഞാണ് എനിക്കിത് തന്നത്. ഞാനൊരു തണലത്തോട്ടിരുന്ന് ചോറൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒതി തുറന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു ഗൈസ്, നല്ല മണമായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്ക് ചോറിനേക്കാട്ടി ഇഷ്ടം എന്താ പറയുക, ആ ഇലയുടെ മണമാണ് കേട്ടോ. അത് തുറക്കുമ്പോൾ ഇലയുടെ മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ലൈഫിൽ ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ ഈ വഴിയിലേക്ക് ഇരുന്ന് കഴിക്കുന്നത്. എനിക്കിഷ്ടമില്ല അങ്ങനെ കഴിക്കുന്നത്. എനിക്ക് നല്ല വിശാലമായിട്ടുള്ള സ്ഥലത്ത് വിശാലമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കണം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ പൊതിച്ചോറെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ആറ്റിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ, അവിടെ തണലിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നാണ് കഴിച്ചത്. ഇത് കാണാൻ എൻ്റെ ഉമ്മ കാണണം. ഇപ്പം എന്നെ എന്തൊക്കെ പറയുമെന്നറിയാവോ? ആറ്റിപ്പോയി, ഞാൻ ചാടാൻ പോയി എന്ന് വരെ പറയും. അങ്ങനെ കുറച്ച് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. മീൻപൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മനീഷയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഫിനിഷ് ആക്കി കേട്ടോ ഗൈസ്. എനിക്ക് ജോലി ചെയ്യണേ, തിന്നുകൊണ്ടിരുന്ന നടക്കത്തില്ലല്ലോ നമ്മുടെ പരിപാടി. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വെള്ളമൊക്കെ കുടിച്ചു, ഇലയൊക്കെ മുടക്കി അങ്ങോട്ട് വെച്ച് കൈ നല്ല വൃത്തിച്ച് കൈവിട്ട് ഞാൻ കയറി കേട്ടോ. ഈ വെള്ളത്തിൽ കൈ ഇടുവാൻ നല്ല രസമുണ്ട്. ഇത്രയും വെയിലടിക്കുന്നെങ്കിലും ഈ വെള്ളത്തിന് അത്ര ചൂടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഈ വഴി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചൊന്നും വിശപ്പൊക്കെ അടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാഹ് പറഞ്ഞ് മനീഷായി ഓർത്തുകൊണ്ട് ഞാനേ കയറി. ഇതോ നമ്മുടെ ബാഗ് അവിടെ പോകണ്ടേ. അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് എൻ്റെ സ്ഥിരം ഒരു പങ്കാളി ഉണ്ട് അവിടെ കണ്ടാ വന്നിരിക്കുന്നത്. ഇത് സ്ഥിരമാണ്. അങ്ങനെ പുള്ളിക്കാരന് മുട്ടായും കൊടുത്ത് പുള്ളിക്കാരൻ ഉഷാറായിട്ട് തിന്നുവാണ് കേട്ടോ. വീണ്ടും വന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിക്കളഞ്ഞു. എൻ്റെ ഒന്നും ഇല്ലാതെ അതിനെ കടിച്ചാലോ. ചോറിന്നേരമേ കണ്ടായിരുന്നു കുറച്ച് ചോറ് കൊടുക്കായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ താമസിച്ചു കേട്ടോ. മിക്കപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ വരും. എനിക്ക് എന്തായാലും എറിഞ്ഞാണോ ഞാൻ മുട്ടായി കൊടുത്തു കേട്ടോ. എനിക്ക് പേടിയുണ്ട് കേട്ടോ, കടിക്കുകയാണ് ചെയ്താൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരൻ തിന്നുന്നതും കണ്ടിട്ട് ഞാനങ്ങ് പോയി.